നീണ്ട 60 വർഷക്കാലത്തിലധികമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അധീശത്വത്തെ അവസാനിപ്പിച്ചുകൊണ്ട് UDFന് തൃക്കരിപ്പൂർ മണ്ഡലം സമ്മാനിക്കാനുള്ള ഇവിടുത്തെ ജനങ്ങളുടെ തീരുമാനത്തോട് വളരെ വിനയത്തോടെ അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ ആ തീരുമാനത്തെ ഞങ്ങൾ നെഞ്ചേറ്റിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വിജയം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പറഞ്ഞതുപോലെ തൃക്കരിപ്പൂരിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനും ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ഒരു അവസരമായി, ഒരു ഉത്തരവാദിത്തമായി ഞങ്ങൾ ഏറ്റെടുക്കും. തീർച്ചയായിട്ടും ഇത് തൃക്കരിപ്പൂരിലെ ടീം UDFൻ്റെ വിജയമാണ്. തൃക്കരിപ്പൂരിലെ ടീം UDF, ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ, നേതാക്കൾ, പ്രിയപ്പെട്ട ബഷീർ ചായുടെയും പ്രിയപ്പെട്ട രാജേന്ദ്ര മക്കീലിൻ്റെയും ഒക്കെ നേതൃത്വത്തിലൊപ്പം ബഹുമാനായിട്ടുള്ള MP രാജ്മോഹൻ ഉണ്ണിത്താൻ സാറും ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതൃത്വം ഒറ്റക്കെട്ടായി ഇവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി കഴിഞ്ഞ ഒരു മാസക്കാലത്തധികം ഉറങ്ങാതെ ഉണ്ണാതെ UDFൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, എനിക്ക് പേര് പോലും അറിയാത്ത, എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. ഒപ്പം കേരളത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള പ്രവാസികളടക്കമുള്ള നമ്മളെ ഒരു സ്നേഹിക്കുന്ന ആളുകൾ, അവരുടെ സ്നേഹാധിക്യം കൊണ്ട് വാസ്തവത്തിൽ വീർപ്പുമുട്ടുകയായിരുന്നു. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രത്തോളം ഒരു മഹത്തായ കൂട്ടായ്മയുടെ വിജയമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തോടും അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തോടും വിശിഷ്യ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആ നേതൃത്വത്തോടും ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ACC ലീഡർഷിപ്പ്, തീർച്ചയായിട്ടും ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള നമ്മുടെ ലീഡർഷിപ്പിൻ്റെ വലിയ പിന്തുണയുണ്ടായിരുന്നു. KPCCയുടെ പിന്തുണയുണ്ടായിരുന്നു. ആ മുഴുവൻ പിന്തുണയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാവരുടെയും പിന്തുണ ഈ വിജയത്തിന് പിന്നിൽ തീർച്ചയായിട്ടും വലിയ പ്രേരണയായിട്ടുണ്ട്. എല്ലാവരോടും നന്ദി പറയാൻ മാത്രമേ ഈ സമയം ഉപയോഗിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും തൃക്കരിപ്പൂരിന് നൽകിയിട്ടുള്ള ഒരുപാട് വാക്കുകളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്. ഞങ്ങൾക്ക് പാലിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. 60 വർഷക്കാലത്തെ പിന്നോക്കാവസ്ഥ പരിഹരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ കൂടെ മത്സരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട VPP മുസ്തഫ ഉൾപ്പെടെയുള്ളവർ, അവരുടെ എല്ലാവരുടെയും സഹകരണം സ്വീകരിച്ചുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കും. രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ആളുകൾക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള, ഒരു തരത്തിലും ഒരു MLAയെ കാണാൻ ഇനി മുതൽ തൃക്കരിപ്പൂരിലെ ജനങ്ങൾക്ക് ആരുടെയെങ്കിലുമൊക്കെ റെക്കമെൻഡേഷൻ ലെറ്റർ വേണ്ടി വരില്ല. ഒരു ജനകീയനായിട്ടുള്ള, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു MLA ആയിട്ട് ഇവിടെ ഉണ്ടാകും, ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഉറപ്പ് ഈ സമയത്ത് നൽകുകയാണ്. ഒപ്പം കഴിഞ്ഞ 60 വർഷക്കാലം ഈ നിമിഷത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചിട്ടുള്ള, സ്വന്തം ജീവൻ പോലും ത്യജിച്ചിട്ടുള്ള ഒരുപാട് രക്തസാക്ഷികളുള്ള മണ്ണുകൂടിയാണിത്. ചീമേനിയിൽ ഉൾപ്പെടെയുള്ള ആ പ്രസ്ഥാനത്തിന് വേണ്ടി, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള ആ മുഴുവൻ രക്തസാക്ഷികളുടെയും മുന്നിൽ ഈ വിജയം ഞാൻ സമർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇന്നും ഈ UDFന് വേണ്ടി ജയിലിൽ കിടക്കുന്ന കുട്ടികൾ, ജാമ്യം കിട്ടിയോ? കിട്ടിയിട്ടില്ല. ഈ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ജയിലിൽ പോകേണ്ടി വന്നിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വേട്ടയാടപ്പെട്ട, ആക്രമിക്കപ്പെട്ട ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. മഹിളാ കോൺഗ്രസിൻ്റെയും വനിതാ ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടി പ്രവർത്തനത്തിന് മുൻപിൽ നിന്നാണ്. പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരെ കുറിച്ച് തീർച്ചയായിട്ടും പറയണം. അത് മഹിളാ കോൺഗ്രസിൻ്റെയും വനിതാ ലീഗിൻ്റെയും പ്രവർത്തകർ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്തായാലും കൂടുതൽ എല്ലാവരെയും നേരിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വിജയം തീർച്ചയായിട്ടും കാസർഗോഡ് ജില്ലയിൽ UDFന് കിട്ടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള വിജയമാണ്. ഈ കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂരിൽ ഇരിക്കാൻ ഒരു കസേര തന്നതിന് ഐക്യജനാധിപത്യ മുന്നണിയോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് മാത്രമേ പറയൂ. ഇറക്കുമതി സ്ഥാനാർത്ഥി എന്ന പേരിൽ നിങ്ങൾ പരിഹസിച്ചിട്ടുണ്ട് ധാരാളം പേർ. അതിലേക്കുള്ള ഒരു മറുപടി തന്നെയല്ലേ ഈ വിജയം? അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട്, സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരും. ഞാൻ അതിനോടൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ സ്പിരിറ്റിലെടുക്കുന്നയാളാണ്. ഒരു തരത്തിലും ഒരു വൈരാഗ്യത്തിൻ്റെയോ അതല്ലെങ്കിൽ പ്രതികാര ബുദ്ധിയോ ഈ നിമിഷം എനിക്കില്ല. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരു തരത്തിലും ആരോടുമുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ വ്യക്തിപരമായി ആരെയും മോശം പറയാനോ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. എല്ലാവരെയും ചേർത്തുകൊണ്ട്, ഇൻക്ലൂസീവായിട്ട് എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് തന്നെ തൃക്കരിപ്പൂരിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.